നമസ്കാരം. വാർത്തകൾ ഇതുവരെ ആരംഭിക്കുന്നു. ഇറാനിൽ ആക്രമണം നടത്തി അമേരിക്ക. ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങളാണ് B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത്. സംഘർഷം തുടങ്ങി 10ാം നാളിലാണ് അമേരിക്കയുടെ നേരിട്ടുള്ള ആക്രമണം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ദൗത്യം വിജയകരമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഭീകരതയെ പിന്തുണയ്ക്കുന്ന ഇറാന്റെ ആണവ ഭീഷണി ഇല്ലാതാക്കുകയായിരുന്നു ആക്രമണ ലക്ഷ്യം. സമാധാനം വേഗത്തിൽ കൈവന്നില്ലെങ്കിൽ കൂടുതൽ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകി. US ആക്രമണം സ്ഥിരീകരിച്ച് ഇറാൻ. ആണവ പദ്ധതികളെ ബാധിക്കില്ല, ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാന്റെ പ്രതികരണം. ജനങ്ങൾക്ക് നേരെയുള്ള അനീതി വെച്ചുപുറപ്പിക്കില്ലെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രി. അമേരിക്കയുടേത് ധീരമായ ഇടപെടലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്ക ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കിയെന്നും പ്രതികരണമുണ്ട്. ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ നെതന്യാഹുവിനെ അറിയിച്ച് ട്രംപ്. ആക്രമണത്തിന് ശേഷം ശക്തമായ തിരിച്ചടി നൽകി ഇറാൻ. ഇസ്രായേലിന് നേരെ രൂക്ഷമായ ആക്രമണം. ടെലവീവിലും ഹൈഫയിലും ശക്തമായ സ്ഫോടനമുണ്ടായി. ടെലവീവിലുണ്ടായ നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ബഹ്റൈനിലെ US പടക്കപ്പൽ കേന്ദ്രത്തിലേക്ക് ഇറാൻ ആക്രമണം നടത്താൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. അമേരിക്കൻ, ബ്രിട്ടീഷ്, ജർമ്മൻ, ഫ്രഞ്ച് കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലേക്ക് പ്രവേശിക്കുന്നത് തടയുമെന്ന് ഖമനയുടെ പ്രതിനിധി ഹുസൈൻ ശരിയത്ത് മദാരിയുടെ മുന്നറിയിപ്പ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി വിശദമായി ചർച്ച നടത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിലവിലെ സ്ഥിതിഗതികൾ ആശങ്ക പ്രകടിപ്പിച്ച നരേന്ദ്രമോദി യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് ഇറാനോട് ആവശ്യപ്പെട്ടു. സമാധാനം പുനഃസ്ഥാപിക്കാനായി ചർച്ച മാത്രമാണ് ഏക വഴിയെന്നും മോദി പറഞ്ഞു. US ആക്രമണത്തിൽ ആശങ്ക അറിയിച്ച ഐക്യരാഷ്ട്രസഭ. നടപടി അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസ് പ്രതികരിച്ചു. സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവ പദ്ധതി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനും സഹകരിക്കാനും തയ്യാറെന്ന് ഇറാൻ. ഒരു കാരണവശാലും ആണവ പദ്ധതി പൂർണ്ണമായും നിർത്തിവെക്കില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ വിനാശകരമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും ഇറാൻ പ്രസിഡന്റ്. വടക്കു പടിഞ്ഞാറൻ ഇറാനിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു. കൂടുതൽ ഡ്രോണുകൾ വിന്യസിച്ചു. ജൂൺ 13-ന് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം 400-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും കുറഞ്ഞത് 3056 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ അധികൃതർ വ്യക്തമാക്കി. ഹിസ്ബുല്ല സുരക്ഷാ മേധാവിയെ വധിച്ചതായി ഇസ്രായേൽ. ഹിസ്ബുല്ല തലവനായിരുന്ന ഹസൻ നസ്രല്ലയുടെ സുരക്ഷാ മേധാവിയെയാണ് വധിച്ചത്. ഇറാനിൽ വ്യോമാക്രമണത്തിലാണ് അബു അലി ഖലീലിനെ വധിച്ചതെന്ന് ഇസ്രായേൽ. ഇറാനിൽ നിന്നും സുരക്ഷിതമായി തിരിച്ചെത്താൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് മലപ്പുറം പന്തല്ലൂർ മുടിക്കോട് സ്വദേശിനി ഫാദില മുഹമ്മദ്. ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ സമയം മുതൽ വലിയ ആശങ്കയിലായിരുന്നു. ഇന്റർനെറ്റിനും മറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾക്കും നിയന്ത്രണം ഉണ്ടായിരുന്നതിനാൽ ഇറാൻ നിർമ്മിത ആപ്പ് വഴിയായിരുന്നു വീട്ടുകാരുമായി സംസാരിച്ചിരുന്നത്. യുദ്ധം തുടങ്ങിയ സാഹചര്യത്തിൽ തുടർ പഠനത്തിന്റെ കാര്യങ്ങൾ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെന്നും ഫാദില. നിലമ്പൂർ വാർത്തകളിലേക്ക് വരുമ്പോൾ, നിലമ്പൂരിന്റെ പുതിയ MLA ആരെന്ന് നാളെ അറിയാം. രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. 14 ടേബിളുകളിലായാണ് ഇലക്ട്രോണിക് മെഷീനിലെ വോട്ടുകൾ എണ്ണുന്നത്. ഇടതു വലതു മുന്നണികളും PV അൻവറും അവസാന ദിവസവും വിജയപ്രതീക്ഷയിലാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് എല്ലാ പ്രതീക്ഷകളും നേരത്തെ പങ്കുവച്ചതാണെന്ന് സ്വരാജും പറഞ്ഞു. ഒരു ഉദ്വേഗവുമില്ല, ഇനി വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ട് പ്രതികരിക്കാമെന്നും സ്വരാജ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ നേടുന്ന വോട്ടുകൾ നിർണായകമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ. 1/4 ലക്ഷം വോട്ടുകൾ അൻവർ നേടിയാൽ വിജയം LDF-നായിരിക്കും. സർക്കാരിന്റെ വിലയിരുത്തലെന്ന് പറയാനാവില്ല. ഹിന്ദു വോട്ടുകൾ സ്വരാജിലേക്കും മുസ്ലിം വോട്ടുകൾ അൻവറിലേക്കും കേന്ദ്രീകരിച്ചുവെന്നും വെള്ളാപ്പള്ളി. ഭാരതാംബ ചിത്ര വിവാദത്തിൽ സർക്കാർ ഗവർണർ പോര് കനക്കുന്നു. സർക്കാർ നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ്. നിയമ സെക്രട്ടറിയോടും അഡ്വക്കേറ്റ് ജനറലിനോടും ഉപദേശവും തേടി. തനിക്കെതിരായ പ്രതിഷേധങ്ങളിൽ രാജ്ഭവനിലെ 2 RSSകാർക്ക് പങ്കെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഇവർ തന്നെയാണ് ഗവർണറെ ഉപദേശിക്കുന്നത്. തെരുവിൽ മനഃപൂർവ്വം കലാപമുണ്ടാക്കാനാണ് ശ്രമം. RSS പതാകയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തുന്നത് ഒഴികെയുള്ള ഏത് ആവശ്യവും നിവേദനം നൽകിയാൽ പരിശോധിക്കാം. ഭാരതാംബ വിഷയത്തിൽ ഒഴികെ ബാക്കിയെല്ലാം ചർച്ച ചെയ്യാമെന്നും മന്ത്രി. രാജ്ഭവന്റെ നിർദ്ദേശപ്രകാരമാണ് ABVP മാർച്ച് നടത്തിയതെന്ന് മന്ത്രി V ശിവൻകുട്ടി. MLA ഓഫീസിലേക്ക് എന്തിന് മാർച്ച് നടത്തി? പോലീസ് പരമാവധി സംയമനം പാലിക്കണമെന്നും ശിവൻകുട്ടി. ഗവർണർക്കെതിരെ SFI പ്രതിഷേധം തുടരുന്നു. കൊച്ചിയിൽ ഗവർണർ പങ്കെടുത്ത 2 പരിപാടിയിലും SFI പ്രതിഷേധം സംഘടിപ്പിച്ചു. കുസാറ്റിലും വേങ്ങൂർ രാജഗിരി കോളേജിലും പരിപാടിക്കെത്തിയ ഗവർണർക്കെതിരെ കറുത്ത ബാനറുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം.
സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചതോടെ സുരേഷ് ഗോപി ചിത്രത്തിന്റെ റിലീസ് അനിശ്ചിതത്വത്തിൽ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പേര് മാറ്റണമെന്നാണ് നിർദ്ദേശം. എന്നാൽ പേര് മാറ്റാൻ കഴിയില്ലെന്നാണ് നിർമ്മാതാക്കളുടെ നിലപാട്. സിനിമയ്ക്ക് പിന്തുണയുമായി ഫെഫ്ക രംഗത്ത് വന്നു. ആശമാർക്ക് മുൻകൂറായി ഓണറേറിയം അനുവദിച്ച് സർക്കാർ. 3 മാസത്തെ ഓണറേറിയമാണ് മുൻകൂറായി അനുവദിച്ചത്. 7,000 രൂപ വീതം 26,125 ആശമാർക്കാണ് ഓണറേറിയം ലഭിക്കുക. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള തുകയാണ് അനുവദിച്ചത്. സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ആശമാരുമായി സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ചർച്ച നടത്തും. ഈ മാസം 30-ന് രാവിലെ 10:30-ക്കാണ് ചർച്ച. എല്ലാ ട്രേഡ് യൂണിയൻ പ്രവർത്തകരുമായും വിദഗ്ധ സമിതി ചർച്ച നടത്തും. ആശമാരുടെ ആവശ്യങ്ങൾ പഠിക്കാൻ സർക്കാർ സമിതിയെ നിയോഗിച്ചിരുന്നു. ആരോഗ്യം, തൊഴിൽ, ധനം തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അടങ്ങുന്നതാണ് സമിതി. ആശമാരുമായും മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കളുമായും ചർച്ച നടത്തിയ ശേഷം തീരുമാനം സർക്കാരിനെ അറിയിക്കും. തിരുവനന്തപുരം മണ്ണന്തലയിൽ യുവതിയെ സഹോദരൻ അടിച്ചുകൊന്ന സംഭവത്തിൽ പ്രതിയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്ത്. പ്രതി ഷംസാദ് ചെമ്പഴന്തി അണിയൂരിൽ അടിപിടി ഉണ്ടാക്കിയിരുന്നു. പോലീസിനെ ഭയന്ന് ഒളിവിൽ കഴിയാനാണ് മണ്ണന്തലയിൽ റൂമെടുത്തത്. പിതാവിന്റെ ചികിത്സയ്ക്കെത്തിയെന്ന കള്ളക്കഥയ്ക്ക് ബലം കൂട്ടാനാണ് സഹോദരിയെ കൂടെ കൂട്ടിയതെന്നും മൊഴി. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക. ഈ വർഷം ബജറ്റിൽ സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടലിനായി 250 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. ഇപ്പോൾ തുക അനുവദിച്ചതിലൂടെ ഓണക്കാലത്തേക്ക് അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ സംഭരണം മുൻകൂട്ടി ഉറപ്പാക്കാൻ കഴിയുമെന്നും മന്ത്രി. താരസംഘടന അമ്മയുടെ ജനറൽ ബോഡി കൊച്ചിയിൽ തുടരുന്നു. മമ്മൂട്ടി ഒഴികെയുള്ള മറ്റു താരങ്ങൾ എല്ലാം ജനറൽ ബോഡിയിൽ പങ്കെടുക്കുന്നുണ്ട്. 13 വർഷത്തിനു ശേഷം ജഗതി ശ്രീകുമാറും യോഗത്തിനെത്തി. ഭൂരിഭാഗം താരങ്ങളും ആവശ്യപ്പെടുന്നതിനാൽ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നേക്കാനുള്ള സാധ്യതയുമുണ്ട്. ഭരണസമിതി അംഗങ്ങളിലും ഉണ്ടാകില്ല. കണ്ണൂർ കായലോട് SDPI വിചാരണയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തതിൽ ആൺ സുഹൃത്തിനെതിരെ കേസെടുക്കില്ല. കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് പ്രാഥമിക നിഗമനം. കേസിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ശക്തമാണ്. പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ 25-ലധികം SDPI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ വീണ്ടും ശക്തമാകും. വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യമില്ലെന്ന പരാമർശവുമായി വീണ്ടും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറത്ത് ഈഴവ സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനമില്ലെന്നും മുസ്ലിം സമുദായത്തിന് 11 എയ്ഡഡ് കോളേജ് ഉണ്ടെന്നും വെള്ളാപ്പള്ളി ആവർത്തിച്ചു. സത്യങ്ങൾ പറയുമ്പോൾ തന്നെ കല്ലെറിയുകയാണ്. താൻ മുസ്ലിം വിരുദ്ധനല്ലെന്നും തന്നെ വർഗീയവാദിയായി ചിത്രീകരിച്ചതായും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പത്തനംതിട്ട തിരുവല്ല പെരുന്തുരുത്തിയിൽ കാർ വാഷിംഗ് സെന്ററിൽ തീപിടുത്തം. 2 ജീപ്പുകളും 2 കാറുകളും കത്തിനശിച്ചു. പുലർച്ചെ 2 മണിക്കാണ് തീപിടുത്തം ഉണ്ടായത്. തിരുവല്ല, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സ് സംഘം തീ നിയന്ത്രണ വിധേയമാക്കി. 60 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ സ്റ്റേറ്റ് സിലബസ് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഹൈബി ഈഡൻ MP സംഘടിപ്പിച്ച MP അവാർഡ് നടൻ ടൊവിനോ തോമസ് വിതരണം ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെ സിനിമാ പ്രവർത്തകരിൽ നിന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങുമെന്ന നിർമ്മാതാക്കളുടെ സംഘടനയുടെ തീരുമാനം മികച്ചതെന്ന് നടൻ ടൊവിനോ തോമസ്. സിനിമാ സെറ്റിൽ എന്നല്ല ഒരിടത്തും ലഹരി ഉപയോഗിക്കരുതെന്നും ടൊവിനോ. തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കുള്ള വ്യോമപാത അപകടരഹിതമാക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിൽ. ഉയരം കൂടിയ കെട്ടിടങ്ങൾ, മൊബൈൽ ടവറുകൾ, മരങ്ങൾ എന്നിവയാണ് നീക്കം ചെയ്യുന്നത്. വിമാനത്താവളത്തിന്റെ 20 കിലോമീറ്റർ പരിധിയിലെ തടസ്സങ്ങളാണ് നീക്കുന്നത്. വിമാനങ്ങളുടെ ലാൻഡിംഗും ടേക്ക് ഓഫും കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കണ്ണമ്മാലിയിൽ കടൽക്ഷോഭ ദുരിതത്തിൽ ഉപവാസ സമരം നടത്തിയ വൈദികർക്കെതിരെ കേസ്. BOT ജംഗ്ഷനിൽ സമീപം സമരം നടത്തിയവർക്കെതിരെ തോപ്പുംപടി പോലീസ് കേസെടുത്തു. പൊതുഗതാഗതവും പൊതുസഞ്ചാരവും തടസ്സപ്പെടുത്തിയതിനാലാണ് നടപടി. സമരത്തിൽ 5000-ഓളം പേർ പങ്കെടുത്തിരുന്നു. കോതമംഗലം കവളങ്ങാട് പഞ്ചായത്തിലെ 10ാം വാർഡായ നീണ്ടപാറയിൽ ജനവാസ മേഖലകളിൽ തുടർച്ചയായി കാട്ടാനകളെത്തി കൃഷി നശിപ്പിക്കുന്നതിനെതിരെ നാട്ടുകാർ നഗരംപാറ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. 3 ദിവസമായി നീണ്ടപാറ ഡബിൾ കുരിശ് ഭാഗത്ത് വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി ആ ഭാഗത്ത് ഇറങ്ങിയ ആന രാവിലെ തിരിച്ച് മെയിൻ റോഡിലൂടെയാണ് പോയത്. RRT ടീം എത്തുമെന്നും ആനയെ ഓടിക്കുന്നത് വരെ അവർ സ്ഥലത്ത് തുടരുമെന്നും അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. തിരുവനന്തപുരം കല്ലമ്പലത്ത് വൻ കഞ്ചാവ് വേട്ട. ബൈക്കിൽ കടത്തുകയായിരുന്ന 10 കിലോ കഞ്ചാവുമായി ബാലരാമപുരം തണ്ണിക്കുഴി സ്വദേശി അരുൺ പ്രസാദാണ് പിടിയിലായത്.
ആന്ധ്രയിൽ നിന്നും ബാലരാമപുരത്തേക്ക് വിൽപ്പനയ്ക്കായി കടത്തിയ കഞ്ചാവാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. ഇയാൾ നേരത്തെയും ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. പാലക്കാട് ഒറ്റപ്പാലം കാറ്റാടിപ്പടിയിൽ സ്വകാര്യ ബസ്സും ട്രാവലറും കൂട്ടിയിടിച്ച് അപകടം. ബസ് യാത്രക്കാരായ 5 പേർക്ക് പരിക്കേറ്റു. ഒറ്റപ്പാലത്ത് നിന്നും പാവക്കുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ എതിരെ വന്ന ട്രാവലർ ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരെ വാണിയംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരത്ത് KSEB യാർഡിൽ സൂക്ഷിച്ചിരുന്ന അലൂമിനിയം കമ്പികൾ മോഷ്ടിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. പുഴമലക്കൽ KSEB സെക്ഷനിലെ യാർഡിൽ സൂക്ഷിച്ചിരുന്ന കമ്പികൾ കവർന്നവരാണ് പിടിയിലായത്. ആര്യനാട് പള്ളിവേട്ട കൈതൻകുന്ന് സ്വദേശി മൈദീൻ സലീം, ആനാട് മണ്ണൂർക്കോണം ഹരി എന്നിവരാണ് പിടിയിലായത്. 100 കിലോയോളം തൂക്കം വരുന്ന അലൂമിനിയം ലൈൻ കമ്പികളാണ് പ്രതികൾ കവർന്നത്. ഇടുക്കി ചിന്നക്കനാൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധിക ചുമതല കൂടി വഹിച്ചിരുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി ബനേഷ് ഖാനെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തത്. പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. MRPയേക്കാൾ ഉയർന്ന തുകയ്ക്ക് സാധനം വാങ്ങിയതായി ബിൽ ഉണ്ടാക്കിയെന്നും കണ്ടെത്തി. വിനോദയാത്രയ്ക്കിടെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് യഥാസമയം ചികിത്സ നൽകിയില്ലെന്ന് ആക്ഷേപം. ഫെബ്രുവരിയിൽ ഉണ്ടായ അപകടത്തെ തുടർന്ന് കൊല്ലം മുഖത്തല NSS UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി ആരോമിൽ ഇപ്പോഴും ചികിത്സയിലാണ്. മുറിവിൽ പഴുപ്പ് കണ്ടതിനെ തുടർന്ന് ശിശുക്ഷേമ സമിതി സംഭവത്തിൽ ഇടപെട്ടു. നടൻ വിജയുടെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് അർദ്ധരാത്രി 12 മണിക്ക് റിലീസ് ചെയ്ത ജനനായകൻ ഫസ്റ്റ് ഗ്ലിംസ് ആവേശമാക്കിയ ആരാധകർ. വിനോദാണ് ചിത്രത്തിന്റെ സംവിധായകൻ. KVN പ്രൊഡക്ഷൻസിന്റെ പാനൽ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് അനിൽ രവിചന്ദ്രനാണ്. ജനുവരി 9-ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. 2025 സാമ്പത്തിക വർഷം മുത്തൂറ്റ് മിനി കൈകാര്യം ചെയ്യുന്ന ആസ്തി 4141.6 കോടി രൂപയിലെത്തി. സ്വർണ്ണ വായ്പാ ബിസിനസ്സിൽ മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. മാർച്ച് 31-ന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ 21.3% വളർച്ചയോടെ കമ്പനി 815.15 കോടി രൂപയുടെ വരുമാനം രേഖപ്പെടുത്തി. 2024 സാമ്പത്തിക വർഷം ഇത് 71.84 കോടി രൂപയായിരുന്നു. കോതമംഗലം ബിഷപ്പ് ആശുപത്രി പദ്ധതി 1 വർഷം പൂർത്തിയാകുന്നു. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ വാർഷിക പരിപാടികൾ നടന്നു. കഴിഞ്ഞ 1 വർഷം പദ്ധതിയിലൂടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി 70,000-ൽ പരം പ്ലേറ്റ് ഭക്ഷണമാണ് വിതരണം ചെയ്തത്. പാലക്കാട് തൃത്താലയിൽ ജലാശയം നവീകരിച്ചു. നാഗലശ്ശേരി പഞ്ചായത്തിലെ പാപ്പിക്കുളമാണ് 24 ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ചത്. മന്ത്രി MB രാജേഷ് കുളം നാടിന് സമർപ്പിച്ചു. ആമക്കാവ് പാടശേഖരത്തിലാണ് പാപ്പിക്കുളം. റോഡിലെ മണ്ണും ചെളിയും മറ്റ് അവശിഷ്ടങ്ങളും അടിഞ്ഞ് സുരക്ഷാ ഭിത്തികളില്ലാതെ പൂർണ്ണമായും നശിച്ച അവസ്ഥയിലായിരുന്നു. ഇടുക്കി ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പോക്സോ അടിസ്ഥാന നിയമ പുസ്തകം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലാ ജഡ്ജിയും ജില്ലാ ലീഗൽ അതോറിറ്റി ചെയർമാനുമായ PS ശശികുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ അന്തരംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവഭേദങ്ങളാണ് ചാവറ പിതാവിന്റെ സാഹിത്യ രചനകളെന്ന് പ്രൊഫസർ MK സാനു. മഹാത്മാഗാന്ധി സർവകലാശാല ചാവറ ചെയറും ചാവറ കൾച്ചറൽ സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു MK സാനു. CMI സഭ വിദ്യാഭ്യാസ മാധ്യമ വിഭാഗം ജനറൽ കൗൺസിലറും ചാവറ കൾച്ചറൽ സെന്റർ ചെയർമാനുമായ റവറൻഡ് ഡോക്ടർ മാർട്ടിൻ മള്ളാത്ത് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് അട്ടപ്പാടി അഗളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം. നിരവധി വീടുകളുള്ള കണ്ടിയൂരിലാണ് ആനകൾ എത്തിയത്. സ്ഥലത്തെത്തിയ RRT സംഘം കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റാൻ ദൗത്യം തുടങ്ങി. മറ്റു വാർത്തകളിലേക്ക് കടക്കാം. തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കുള്ള വ്യോമപാത അപകടരഹിതമാക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിൽ. ഉയരം കൂടിയ കെട്ടിടങ്ങൾ, മൊബൈൽ ടവറുകൾ, മരങ്ങൾ എന്നിവയാണ് നീക്കം ചെയ്യുന്നത്. വിമാനത്താവളത്തിന്റെ 20 കിലോമീറ്റർ പരിധിയിലെ തടസ്സങ്ങളാണ് നീക്കുന്നത്. വിമാനങ്ങളുടെ ലാൻഡിംഗും ടേക്ക് ഓഫും കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്തുടനീളമുള്ള വ്യോമഗതാഗതം കൂടുതൽ സുഗമവും സുരക്ഷിതവുമാക്കാനുള്ള നീക്കം സർക്കാർ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ വ്യോമപാതയിൽ പൈലറ്റുമാർക്ക് കാഴ്ച മറക്കുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളും മരങ്ങളും ഉൾപ്പെടെ 1064 തടസ്സങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ 646 ഉടൻ നീക്കം ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ട്. വ്യോമപാത അപകടരഹിതമാക്കാനുള്ള നടപടികൾ 2 വർഷം മുമ്പേ തുടങ്ങിയിരുന്നു. 141 തടസ്സങ്ങളാണ് കണ്ടെത്തിയത്. വേളിയിലെ വ്യാപാര സ്ഥാപനത്തിലെ 31 മീറ്റർ ഉയരമുള്ള ചിമിനി ലാൻഡിംഗിന് തടസ്സമായതിനാൽ ഓൾസൈൻ ഭാഗത്തെ റൺവേയിലൂടെ നിലവിൽ ലാൻഡിംഗ് ഒഴിവാക്കിയിട്ടുമുണ്ട്. വിമാനത്താവളത്തിന് ചുറ്റുമുള്ള ഉയരം കൂടിയ മരങ്ങൾ, കെട്ടിടങ്ങൾ, മൊബൈൽ ടവറുകൾ, മിന്നൽ രക്ഷാചാലകങ്ങൾ എന്നിവയാണ് നീക്കം ചെയ്യുന്നത്.
വള്ളക്കടവ് ഓൾ സെയിന്റ് ബാലനഗർ ചാക്കാശംഖുമുഖം റോഡ്, ചിത്രാഞ്ജലി സ്റ്റുഡിയോ, എയർഫോഴ്സ് സ്റ്റേഷൻ, ഐശ്വര്യനഗർ, ജഡ്ജിക്കുന്ന് എന്നിവിടങ്ങളിലെ തടസ്സങ്ങളാണ് നീക്കം ചെയ്യുന്നത്. 4358 മരങ്ങളും 14 കെട്ടിടങ്ങളും നീക്കം ചെയ്തു കഴിഞ്ഞു. അപകട ഭീഷണി ഉയർത്തിയ കെട്ടിടങ്ങൾ നീക്കം ചെയ്യാൻ ഉടമകൾക്ക് 4 കോടി രൂപയോളം നഷ്ടപരിഹാരം നൽകിയിരുന്നു. വ്യോമപാതയ്ക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള കെട്ടിടങ്ങൾ, മരങ്ങൾ എന്നിവ നീക്കം ചെയ്യാൻ DGCAക്ക് ഉത്തരവിടാം. 60 ദിവസത്തിനുള്ളിൽ മാറ്റിയില്ലെങ്കിൽ കലക്ടർക്ക് ഇവ നീക്കം ചെയ്യാനുള്ള അധികാരമുണ്ട്. സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. മഴ വീണ് വെള്ളത്തിലായ കുട്ടനാട് പരുത്തിവളവ് പാടശേഖരത്തിന് ചുറ്റും കഴിയുന്ന ആളുകൾ വലിയ ദുരിതത്തിലാണ്. വെള്ളം ഇറങ്ങും മുമ്പ് ക്യാമ്പുകൾ പിരിച്ചുവിട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. ദുരിതബാധിത പ്രദേശങ്ങളിൽ സർക്കാർ വക ലഭിക്കേണ്ട ഭക്ഷ്യധാന്യങ്ങൾ പോലും ലഭിക്കുന്നില്ല. കൈനക്കരി തെക്ക് വില്ലേജിലെ 55 കുടുംബങ്ങളാണ് ദുരിതത്തിൽ കഴിയുന്നത്. ഏക്കർ വരുന്നതാണ് പരുത്തിവളവ് പാടശേഖരം. കഴിഞ്ഞ 29-ന് മടവീഴ്ചയുണ്ടായി. പ്രദേശത്തെ വീടുകളിൽ മുഴുവൻ വെള്ളം കയറി. അന്നു കയറിയ വെള്ളം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പല കുടുംബങ്ങളും ബന്ധുവീടുകളിലേക്കും സുഹൃത്തുക്കളുടെ വീടുകളിലേക്കും താമസം മാറി. പലരും വീടിന്റെ 2ാം നിലയിൽ അഭയം തേടി. പോകാൻ ബന്ധുവീടുകളോ കയറാൻ 2ാം നിലയോ ഇല്ലാത്തവർ വെള്ളത്തിലും വള്ളത്തിലുമായി ജീവിച്ചു. ഇത് ഞങ്ങളുടെ നടവഴിയാണ്. ഇവിടെ കൂടെയാണ് സ്കൂളിൽ പോകുന്നത്. അപ്പം ആദ്യത്തെ ഒരാഴ്ച മാത്രമേ പഠിത്തമുള്ളായിരുന്നു. ഇതുവരെ ഇപ്പം കുട്ടികൾക്കൊന്നും ഒരു ക്ലാസ്സിൽ പഠിത്തത്തില്ല. ക്ലാസ് റൂം വരെ വെള്ളം കയറി കിടക്കുകയാണ്. ഇവിടെ ഈ വഴി കൂടെയാണ് മിക്ക പിള്ളേരും പോകുന്നത്. കഴുത്തറ്റ വെള്ളമാണ് ഇവിടെ ഉള്ളത്. ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചെങ്കിലും ചിലയിടങ്ങളിൽ വെള്ളം ഇറങ്ങിയപ്പോഴേക്കും മുഴുവൻ ക്യാമ്പുകളും ഒരുമിച്ച് പിരിച്ചുവിട്ടു. ഇതോടെ വെള്ളമിറങ്ങാത്ത കൈനകരി തെക്ക് വില്ലേജിലെ ആളുകൾ പ്രതിസന്ധിയിലായി. എത്ര നാൾ കെട്ടിക്കിടക്കുന്ന വെള്ളം. അതുകൊണ്ട് തന്നെ ഫുള്ള് സ്കിന്നിൽ അലർജിയും കാല് മൊത്തം പൊട്ടിയിരിക്കുകയാണ്. എല്ലാ ഇഴജന്തുക്കളും എല്ലാം ഉണ്ട്. ജോലിക്ക് പോകാനുള്ളൊരു വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം. ഇത് നടവഴിയായിരുന്നു. ഈ നടവഴിയിൽ കൂടെയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോകുന്നത്. അസുഖം വന്നാൽ ഞങ്ങൾക്ക് പോകാൻ വള്ളങ്ങളെ ആശ്രയിക്കണം, അല്ലെങ്കിൽ ചെറു ബോട്ടുകളെ ആശ്രയിക്കണം. വാർഡിലാണ് ഞാനിപ്പോൾ പൊക്കമുള്ള സ്ഥലത്താണ് കയറി നിൽക്കുന്നത്. ഇവിടുത്തെ അവസ്ഥയെന്ന് വെച്ചാൽ സർക്കാർ അനുവദിച്ച ഭക്ഷ്യധാന്യങ്ങൾ ഞങ്ങൾക്ക് ഇതൊക്കെ മുമ്പേ കുറച്ച് ദിവസത്തേക്ക് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഭക്ഷ്യധാന്യങ്ങൾ 10 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഇല്ലാതാക്കി. വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. പിള്ളേരെയൊക്കെ ആണെങ്കിലും കരക്കെത്തിക്കാനാണെങ്കിലും നീന്തി ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട്. സ്കൂളില്ല. സ്കൂളുണ്ടായിരുന്ന സമയത്തും ഇതേപോലെ തന്നെ നീന്തിയാണ് പിള്ളേരെ കരക്കെത്തിച്ച് ഡ്രസ്സ് മാറ്റിയൊക്കെയാണ് സ്കൂളിൽ. വരുമാന മാർഗം ഇവിടെയുള്ള കൃഷിയിൽ നിന്നാണ് എല്ലാവർക്കും. ഇവിടെയുള്ളവരെല്ലാവരും ആശ്രയിക്കുന്ന കൃഷിയാണ്. ഇവിടെ വെള്ളമിറങ്ങണമെങ്കിൽ ഇനിയും ഏറെ ദിവസങ്ങളെടുക്കും പ്രദേശവാസികളുടെ ദുരിതം അവസാനിക്കാനും. ന്യൂസ് 18 ആലപ്പുഴ. തിരുവനന്തപുരം മണ്ണന്തലയിൽ യുവതിയെ സഹോദരൻ അടിച്ചുകൊന്ന സംഭവത്തിൽ പ്രതിയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്ത്. പ്രതി ഷംസാദ് ചെമ്പഴന്തി അണിയൂരിൽ അടിപിടി ഉണ്ടാക്കിയിരുന്നു. പോലീസിനെ ഭയന്ന് ഒളിവിൽ കഴിയാനാണ് മണ്ണന്തലയിൽ റൂമെടുത്തത്. പിതാവിന്റെ ചികിത്സയ്ക്ക് എത്തിയെന്ന കള്ളക്കഥയ്ക്ക് ബലം കൂട്ടാനാണ് സഹോദരിയെ കൂടെ കൂട്ടിയതെന്നും മൊഴി. പ്രതികളെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഈ മാസം 14 മുതലാണ് പോത്തൻകോട് സ്വദേശിനി ഷെഫീന മണ്ണന്തലയിൽ സഹോദരനൊപ്പം താമസത്തിനെത്തിയത്. പിതാവിന്റെ ചികിത്സയുടെ ആവശ്യത്തിനെന്ന പേരിലായിരുന്നു പ്രതി ഷംഷാദ് ഇവിടെ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്തത്. ഈ കള്ളക്കഥയ്ക്ക് ബലം ലഭിക്കാനാണ് സഹോദരിയെ അപ്പാർട്ട്മെന്റിൽ ഒപ്പം താമസിപ്പിച്ചത്. എന്നാൽ ചെമ്പഴന്തി അണിയൂരിൽ അടിപിടിയുണ്ടാക്കിയ ഷംഷാദ് കേസിൽ പോലീസിനെ ഭയന്ന് ഒളിവിൽ കഴിയാനാണ് അപ്പാർട്ട്മെന്റ് എടുത്തതെന്നാണ് കണ്ടെത്തൽ. ഇന്നലെ മാതാപിതാക്കൾ അപ്പാർട്ട്മെന്റിലെത്തിയപ്പോഴാണ് ഷെഫീനയെ കട്ടിലിന് താഴെ മരിച്ചു കിടക്കുന്ന നിലയിൽ കാണുന്നത്. സംശയം തോന്നിയതോടെ മണ്ണന്തല പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മദ്യലഹരിയിൽ സഹോദരൻ ഷംഷാദ് യുവതിയെ അടിച്ചു കൊല്ലുകയായിരുന്നെന്നാണ് വിവരം. സംഭവ സമയത്ത് ഷംഷാദും സുഹൃത്ത് ചെമ്പഴന്തി സ്വദേശി വിശാഖും അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു. ഇയാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഷെഫീനയുടെ ശരീരത്തിൽ മർദ്ദനത്തിൽ പരിക്കേറ്റ പാടുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം കൊലപാതകം നടന്ന ഫ്ളാറ്റിൽ ഫിംഗർ പ്രിന്റ് വിദഗ്ധരെത്തി പരിശോധന നടത്തി.
പ്രതികളെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ശേഷം കസ്റ്റഡിയിൽ വാങ്ങി അടുത്ത ദിവസം തെളിവെടുപ്പ് നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ സ്റ്റേറ്റ് സിലബസ് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഹൈബീഡൻ MP സംഘടിപ്പിച്ച MP അവാർഡ് നടൻ ടുവിനോ തോമസ് വിതരണം ചെയ്തു. സ്റ്റേറ്റ് സിലബസിൽ +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് ഏർപ്പെടുത്തിയിരുന്നത്. എറണാകുളം മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1200 കുട്ടികൾക്ക് അവാർഡുകൾ സമ്മാനിച്ചു. നിങ്ങളുടെ ഒരു റൈറ്റ് സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനോടൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താവണം എന്ന് ആഗ്രഹങ്ങളുള്ളവർ എല്ലാവരും ചിലപ്പോൾ കൺവെൻഷനലായിട്ട് ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം എന്നുള്ളതിനപ്പുറം വേറെ അധികം ആൾക്കാർ ശ്രമിച്ചിട്ടില്ലാത്തതോ ആഗ്രഹിച്ചിട്ടില്ലാത്തതോ ആയിട്ടുള്ള പ്രൊഫഷൻസിലേക്ക് വരെ പോകാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അത് തുറന്നു പറയാനും അതിന് വേണ്ടി പരിശ്രമിക്കുകയും എന്താണോ നിങ്ങളുടെ പാഷൻ അതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യുകയൊക്കെ ചെയ്യാനായിട്ട് ഉള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റുന്ന ഒരു സമയമാണ്. എറണാകുളം സെന്റ് തെരേസസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ TJ വിനോദ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ജില്ലാ കളക്ടർ NSK ഉമേഷ്, കൗൺസിലർ മനു ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. നിലമ്പൂർ വീണ്ടും ചുവപ്പിക്കാൻ സ്വരാജിനാകും. പിടിച്ചെടുക്കാൻ കച്ചകെട്ടിയ ഷൗക്കത്തിനൊപ്പം നിലമ്പൂരിന്റെ മനസ്സുണ്ട്. അൻവർ ആരുടെ വിധി നിർണയിക്കും? മലയോരം തുണയ്ക്കുമോ മോഹൻ ജോർജിനെ? ആവേശപ്പോരിലെ കണക്കെടുപ്പിന്റെ ഓരോ നിമിഷവും ന്യൂസ് 18. നിലമ്പൂരംഗം വിധി ദിനം ജൂൺ 23 തിങ്കളാഴ്ച രാവിലെ 6 മുതൽ തത്സമയം. ന്യൂസ് 18, the election expert.